മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ അസിസ്റ്റന്റിനോട് ചോദിക്കാറുണ്ടല്ലേ. നമ്മുടെ മൊബൈലിൽ ഈ ഒരു ഐക്കൺ ഉപയോഗിച്ചിട്ട്, ഈ ഒരു മൈക്കിൻ്റെ ഐക്കൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ഗൂഗിൾ അസിസ്റ്റന്റിനോട് ചോദിക്കും. അപ്പോൾ അതിന് ആൻസർ നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ ഗൂഗിളിൻ്റെ AI പവേർഡ് ആയിട്ടുള്ള കിഡിലൻ ആപ്പ് വന്നിട്ടുണ്ട്. ജെമിനി എന്നാണ് പേര്. നിങ്ങളിൽ പലരും ഉപയോഗിച്ച് കാണും. ഉപയോഗിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഗൂഗിൾ ജെമിനിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അത് എങ്ങനെ ഉപയോഗിക്കാം, അതുപോലെ തന്നെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് ഗൂഗിൾ ജെമിനി ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിലേക്ക് പോകാം. ജസ്റ്റ് പ്ലേ സ്റ്റോറിലേക്ക് നിങ്ങൾ പോവുക. സെർച്ചിങ്ങിൽ ജെമിനി എന്ന് കൊടുക്കുക. ജെമിനി എന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ ജെമിനി എന്ന് കാണിച്ചു തരും. അപ്പോൾ ഇവിടെ കാണുന്ന ആ ലിങ്കിൽ നിന്നും ഗൂഗിൾ ജെമിനി എന്ന് പറഞ്ഞിട്ടുള്ള ആ ലിങ്കിന് നേരെയുള്ള ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് ഗൂഗിൾ ജെമിനി നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആവും. അതിനുശേഷം ഓപ്പൺ പ്രസ് ചെയ്യുക. ഓപ്പൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു വിൻഡോ ആയിരിക്കും നമ്മൾ കാണുക. ഇതിനകത്ത് പറയുന്നത് സ്വിച്ച് ടു ജെമിനി ഫ്രം ഗൂഗിൾ അസിസ്റ്റന്റ്. അതായത് നമുക്കിപ്പോൾ കറൻ്റ്ലി ഉള്ള ആ ഒരു ഗൂഗിൾ അസിസ്റ്റന്റിൽ നിന്നും ജെമിനിയിലേക്ക് സ്വിച്ച് ചെയ്യട്ടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ താഴത്തെ ബ്ലൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് ഇതുപോലൊരു വിൻഡോ വരും. അതിന് നേരെ താഴേക്ക് പോയതിനു ശേഷം യൂസ് ജെമിനി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആ സമയത്ത് ഹലോ എന്ന് നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു വിൻഡോ, ഇതേപോലത്തെ ഒരു വിൻഡോ ആയിരിക്കും വരിക. അതിന് താഴെ നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റിലെ പോലെ തന്നെ ഒരു ബോക്സ് കാണാം. ടെക്സ്റ്റ് ബോക്സ് ആണ്. ഈ ഒരു ബോക്സിൽ നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് ഗൂഗിളിനോട് നമുക്ക് ചോദിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ജെമിനിയോട് ചോദിക്കാൻ പോവാണ്, കൊച്ചിയിൽ എനിക്ക് താമസിക്കാൻ പറ്റിയ നല്ല ഹോട്ടലുകളുടെ കുറച്ച് പേര് പറയാമോ എന്ന് ഞാൻ ചോദിക്കാൻ പോവാണ്. അത് ഞാനിവിടെ ആസ്ക് ജെമിനി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. ക്യാൻ യു സജസ്റ്റ് സം ഹോട്ടൽസ് ഫോർ സ്റ്റേ ഇൻ കൊച്ചി എന്ന് ഞാൻ കൊടുത്തു. അതിനുശേഷം ഞാൻ ഈ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. നോക്കുക, എനിക്ക് താഴേക്ക് കുറേ ഹോട്ടലുകളുടെ ലിസ്റ്റ് തന്നിരിക്കുകയാണ്. ദ സെനേറ്റ് ഹോട്ടൽ, ആ ഹോട്ടലിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്കിവിടെ കാണാം. അതിൻ്റെ റേറ്റും ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ കൊച്ചിൻ സീപോർട്ട് ഹോട്ടൽ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ റേറ്റ് കാണാം. ദ വൈറ്റ് ഫോർട്ട് ഹോട്ടൽ, അങ്ങനെ കുറേ ഹോട്ടലുകളുടെ ലിസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും നമുക്ക് തന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്താണ് ഗൂഗിൾ ജെമിനിയോട് ചോദിച്ചത്. ഇനി നമുക്ക് മറ്റൊരു കാര്യം നമുക്ക് വോയിസിലൂടെ ജെമിനിയോട് ചോദിച്ചു നോക്കാം. ഷുഗർ പേഷ്യൻസിന് പറ്റിയ കുറച്ച് ഡയറ്റ്സ് പറഞ്ഞു തരാമോ എന്നാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ മൈക്കിൻ്റെ സിമ്പിൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്യാൻ യു സജസ്റ്റ് സം ഗുഡ് ഡയറ്റ് ഫോർ ഷുഗർ പേഷ്യൻസ്? നമുക്ക് ഷുഗർ പേഷ്യൻസിനുള്ള കുറച്ച് ഫുഡ് ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ജെമിനി കൃത്യമായിട്ട് തന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇംഗ്ലീഷിലാണ് ജെമിനിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മലയാളത്തിൽ ഇനിയൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന് മലയാളം ലാംഗ്വേജിലേക്ക് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ടുള്ള നമ്മുടെ ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം ഇവിടെ ലാംഗ്വേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലാംഗ്വേജിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇംഗ്ലീഷ് ഇന്ത്യ എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മലയാളം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കുക, മലയാളം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇവിടെ കാണാം. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ജെമിനി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് മലയാളത്തിലായിരിക്കും ഹലോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ സംബോധന ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ ലാംഗ്വേജ് ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ജെമിനിയുമായിട്ട് സംസാരിക്കുന്നത് മലയാളത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ജെമിനി നമുക്ക് മലയാളത്തിൽ തന്നെ ഉത്തരവ് നൽകും. അത് നമുക്കൊന്ന് നോക്കാം. ഫിലിം ഡയറക്ഷൻ പഠിക്കാൻ പറ്റിയ കൊച്ചിയിലെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ എനിക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് ഞാൻ ചോദിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മൈക്കിൻ്റെ സിമ്പൽ ഓണാക്കി ഫിലിം ഡയറക്ഷൻ പഠിക്കാൻ പറ്റുന്ന കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പേര് പറയാമോ കൊച്ചിയിലെ? കൊച്ചിയിൽ ഫിലിം ഡയറക്ഷൻ പഠിക്കാൻ നല്ല സൗകര്യങ്ങളുള്ള നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. കൊച്ചിയിലെ ചില പ്രമുഖ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ: മാജിക് വേൾഡ് ഓഫ് ഫിലിം, കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഫിലിം അക്കാദമികളിലൊന്നാണ് മാജിക് വേൾഡ് ഓഫ് ഫിലിം. ഇവിടെ ഫിലിം ഡയറക്ഷൻ, സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ വിപുലമായ പഠന സൗകര്യങ്ങൾ ലഭ്യമാണ്. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കേരള, ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കേരള സർക്കാർ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ ഫിലിം നിർമ്മാണത്തിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും പഠിക്കാൻ അവസരമുണ്ട്. നോക്കുക, താഴേക്ക് എനിക്ക് കുറേ ലിസ്റ്റുകൾ എനിക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്നും എനിക്ക് വേണ്ട ഇൻഫർമേഷൻ എനിക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ജെമിനിയോട് ചോദിച്ചാലോ. കൊച്ചിയെപ്പറ്റി, അതായത് കൊച്ചി മെട്രോയെ പറ്റി എനിക്കൊരു പാട്ട് എഴുതി തരാമോ എന്ന് ചോദിക്കാൻ പോവാണ്. എന്താണ് നമുക്ക് കിട്ടുക എന്ന് നോക്കാം. കൊച്ചി മെട്രോയുടെ സൗന്ദര്യത്തെപ്പറ്റി എനിക്കൊരു നാടൻ ശൈലിയിൽ ഒരു പാട്ട് എഴുതി തരാമോ? തീർച്ചയായും. കൊച്ചി മെട്രോയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന ഒരു നാടൻ പാട്ടിതാ. കൊച്ചി മെട്രോ പാട്ട്. പച്ചപ്പിന്റെ നാടാണ് കൊച്ചി. കായലും കനാലും കാഴ്ചകളും. മെട്രോ വന്നു നാടുമാറി, യാത്രകൾ സുഖമായി. വർണ്ണപ്പൊട്ടുകൾ പോലെ കൊച്ചി മെട്രോ ഓടുന്നു പാട്ടുപാടി. കടൽക്കാറ്റ് തൊട്ടുനിലയങ്ങൾ, യാത്രക്കാർക്ക് ആനന്ദം. പുതിയ കാലം പുതിയ കാഴ്ച. മെട്രോ ഓടുന്നു നഗരത്തിൽ. കൊച്ചിയുടെ അഭിമാനം. മെട്രോ യാത്ര മനോഹരം.
നോക്കുക, ചെറിയ സമയത്തിനുള്ളിൽ കൊച്ചി മെട്രോയെക്കുറിച്ച് വളരെ മനോഹരമായ കുറച്ച് ലൈൻസ് നമുക്ക് ജെമിനി എഴുതി തന്നിരിക്കുകയാണ്. ജെമിനിയോട് നമുക്ക് എന്തും ചോദിക്കാം, എന്തിനും നമുക്ക് ആൻസർ ജെമിനി തരും. അടുത്ത നമുക്കൊരു മെഡിക്കൽ ഡൗട്ട് ചോദിച്ചാലോ, ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞാലോ, ഒന്ന് ചോദിച്ചു നോക്കാം. എനിക്ക് ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളൊന്ന് പറഞ്ഞുതരാമോ? തീർച്ചയായും. ഫാറ്റി ലിവർ രോഗത്തിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും ആദ്യഘട്ടങ്ങളിൽ വ്യക്തമായി അനുഭവപ്പെടാറില്ല. എന്നാൽ രോഗം മൂർച്ഛിക്കുന്നതോടെ ചില ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം. സാധാരണയായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ: ക്ഷീണം, നിരന്തരമായ തളർച്ചയും ഊർജ്ജക്കുറവും, ഭാരം കൂടുക, അമിതമായ കൊഴുപ്പ് കരളിൽ അടിഞ്ഞുകൂടുന്നതിനാൽ വയറുവേദന. നമുക്ക് ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങൾ ചോദിച്ച സമയത്ത് വളരെ വിശദമായി മലയാളത്തിൽ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഇതിലൊക്കെ രസകരമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ മൈക്കിൻ്റെ ബട്ടൺ കഴിഞ്ഞ് ലെൻസിൻ്റെ ബട്ടണും കഴിഞ്ഞ് ഈ സൈഡിലൊരു ബട്ടൺ കാണാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ലൈവായിട്ട് ജെമിനി ഒരു അസിസ്റ്റൻറ്റിനെ തരുന്നുണ്ട്. ആ അസിസ്റ്റൻറ്റുമായിട്ട് നമുക്ക് എന്ത് കാര്യത്തെക്കുറിച്ചും സംസാരിക്കാനായിട്ട് സാധിക്കും ലൈവായിട്ട്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അസിസ്റ്റൻറ്റിൻ്റെ ആ ഒരു വിൻഡോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ജെമിനി. ലൈവ് ചാറ്റ് ഉടൻ ആരംഭിക്കും. അവിടെ നിങ്ങൾക്ക് സംസാരിച്ചുകൊണ്ട് സങ്കീർണമായ വിഷയങ്ങളെയോ ആശയങ്ങളെയോ കുറിച്ച് കൂടുതൽ അറിയാം. ആരംഭിക്കുന്നതിന് മുമ്പ് ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ പെട്ടെന്ന് പരിശോധിക്കൂ. ഇവിടെ നമ്മൾ ലൈവ് ചാറ്റിൽ സംസാരിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ്. താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ വേണ്ട ശരി എന്ന് പറഞ്ഞിട്ടുള്ള 2 ഓപ്ഷനുണ്ട്. അവിടെ ശരി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കും. ശരി, നിങ്ങൾ തയ്യാറാകുമ്പോൾ നമുക്ക് ചാറ്റ് ചെയ്യാൻ ആരംഭിക്കാം. ഇവിടെ നമ്മൾ ഇത് ഓണാക്കി കഴിഞ്ഞാൽ മൈക്ക് എപ്പോഴും ഓണായിരിക്കും. അതുകൊണ്ട് തന്നെ ജെമിനി അസിസ്റ്റൻറ്റിനോട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് എന്താണോ സംസാരിക്കേണ്ടത് അത് സംസാരിക്കാം. അപ്പോൾ ഞാനിവിടെ തലവേദനയ്ക്കുള്ള 2 ഹോം റെമഡി പറഞ്ഞു തരാമോ എന്ന് ചോദിക്കാനായിട്ട് പോവുകയാണ്. നോക്കുക, തലവേദനയ്ക്കുള്ള 2 ഹോം റെമഡി പറഞ്ഞു തരാമോ? തലവേദനയ്ക്ക് പെട്ടെന്ന് ആശ്വാസം നൽകുന്ന 2 ഹോം റെമഡീസ് പറയാം. 1. ഒരു തുണി ചെറുചൂടുള്ള വെള്ളത്തിൽ നനച്ച് നെറ്റിയിലും കണ്ണുകളുടെ മുകളിലും വയ്ക്കുക. 2. ഒരു ഗ്ലാസ് വെള്ളത്തിൽ അല്പം ഉപ്പ് ചേർത്ത് കുടിക്കുക. ഇത് വേഗത്തിൽ ഊർജ്ജം നൽകുകയും വേദന കുറയ്ക്കുകയും ചെയ്യും. ഒരു ഓർമ്മപ്പെടുത്തൽ: ഞാൻ വൈദ്യോപദേശമോ രോഗനിർണയമോ നൽകുന്നില്ല. നിങ്ങൾ എല്ലായ്പ്പോഴും ഒരു മെഡിക്കൽ പ്രൊഫഷണലുമായി സംസാരിക്കണം. നോക്കുക, നമുക്ക് തലവേദനയ്ക്കുള്ള 2 സിമ്പിളായിട്ടുള്ള ഹോം റെമഡി പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഇനി വേറൊരു രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ ഞാൻ ചോദിച്ചു നോക്കാൻ പോവാണ്. നോക്കുക, ഞാനിപ്പോൾ വൈറ്റിലയിലാണ് നിൽക്കുന്നത്, കൊച്ചിയിൽ. എനിക്ക് ഇവിടുന്ന് വൈക്കം വരെ പോകണം. അതിന് എത്ര കിലോമീറ്റർ ഉണ്ടാവും? വൈറ്റിലയിൽ നിന്ന് വൈക്കം വരെ ഏകദേശം 32 കിലോമീറ്റർ ദൂരമുണ്ട്. നോക്കുക, എനിക്ക് ആ വൈറ്റിലിൽ നിന്ന് വൈക്കത്തേക്ക് ഉള്ള ദൂരം അറിയണമായിരുന്നു. അത് ഞാൻ ചോദിച്ച സമയത്ത് എനിക്ക് കൃത്യമായിട്ട് അത് പറഞ്ഞു തന്നിട്ടുണ്ട്. വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കാം. കൊച്ചിയിൽ നല്ല പോർക്ക് ഫ്രൈ കിട്ടുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞുതരാമോ? കൊച്ചിയിൽ പോർക്ക് ഫ്രൈ കിട്ടുന്ന നല്ല സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. 1. കടവന്ത്രയിലെ ഹോട്ടൽ സാബരി. ഇവിടുത്തെ പോർക്ക് ഫ്രൈ ഭയങ്കര ക്രഞ്ചിയും രുചികരവുമാണ്. 2. തൃപ്പൂണിത്തുറയിലെ ഹോട്ടൽ ഗാർഡൻ. ഇവിടെയും പോർക്ക് ഫ്രൈ നല്ല ടേസ്റ്റിയാണ്. 3. എറണാകുളത്തെ ഹോട്ടൽ അമൃത. ഇവിടുത്തെ പോർക്ക് ഫ്രൈയും രുചിയിൽ മുന്നിലാണ്. ഈ 3 സ്ഥലങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് പറയണം. നോക്കാം, വളരെ രസകരമായിട്ടും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവായിട്ടും നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റിനോട് ലൈവായിട്ട് സംസാരിക്കാം. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്, ലൈവായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അതുപോലെ തന്നെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.